പ്രൈസ് ലോർഡ് ചർച്ച്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല ദിവസം നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ ശക്തീകരിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് പൽക്കാലം നമുക്കൊരുമിച്ച് ഇവിടെ ആയിരിക്കാൻ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ തന്ന സമയത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റാം. ഇന്ന് കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഈ മീറ്റിങ്ങിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഓൺലൈനിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് കണ്ണുകളടച്ച് ആരാധനാകൃതനായി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നിൻ്റെ സ്ഥാനത്ത് കൊണ്ട് നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാൻ ഒരു സമയം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ തന്നല്ലോ. എല്ലാത്തിനും നന്ദി കരയറ്റുന്നു കർത്താവേ. സഭയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ കുടുംബങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് നന്ദി കരയറ്റുന്നു. പാസ്റ്ററിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബമായി ചെയ്യുന്ന നല്ല ശുശ്രൂഷയെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ആരാധിക്കുമ്പോൾ ആത്മാവിൻ്റെ നിറവോടെ നിന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെല്ലാം നിൻ്റെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പാടുന്ന മക്കളെ ഏൽപ്പിക്കുന്ന കർത്താവെ. ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്ന മനെ ഏൽപ്പിക്കുന്ന കർത്താവ്. സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന മക്കളെ ഏൽപ്പിക്കുന്ന കർത്താവെ. മീഡിയ ടീമിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. വചനം പറയുന്ന മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഓരോ മക്കൾക്കായി ദൈവത്തിന് നന്ദി കരയറ്റുന്ന കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നത് മുതൽ നിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ അവിടുന്ന് ഓരോ കാര്യങ്ങളും അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരുന്ന ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്ന കർത്താവെ. കർത്താവെ, ജോലി ചെയ്യുന്ന എല്ലാ മക്കൾക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദി കരയറ്റുന്നു കർത്താവെ. കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ അവിടുന്ന് സഹായിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ബിസിനസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് അനുഗ്രഹിച്ചാനായി സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ കർത്താവെ, വലിയ അഭിഷേകത്തിൻ്റെ ശക്തി ഇറങ്ങുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഴിവോ എടുക്കുമെന്ന് വല്ല കർത്താവ് ദൈവത്തിൻ്റെ ദാനമാകിയാൽ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഈ സമയം കർത്താവ് നാട്ടിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യത്തെ നിറയ്ക്കണമേ. ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ശുശ്രൂഷയെ പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന നന്ദി യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ഒരുമിച്ച് എഴുന്നേറ്റ് നമുക്കറിയാവുന്ന പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ കാരാഗൃഹ പ്രമാണിയുടെ വീട് ആനന്ദിച്ചു, സന്തോഷിച്ചു. അതിന് പിന്നിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം, പൗലോസും ശീലാസും ആത്മാവിൽ ജയിലറയ്ക്കുള്ളിൽ ആരാധിച്ചു. ആരാധനയിൽ മറ്റൊരു കുടുംബം ആനന്ദിച്ചു. ഇന്ന് പകൽക്കാലം നമ്മുടെ ആരാധന അനേകർക്കൊരു ആനന്ദമായി തീരട്ടെ. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഇതുവരെ നടത്തിയ ഒരു ദൈവം, എല്ലാ കണ്ണുകളും അടച്ച് കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തിക്കാട്ട്. മൗനമായിട്ടിരിക്കരുത്. പ്രൈസ് ദ ലോർഡ്. ദൈവം നടത്തിയ വിധങ്ങൾക്ക് ഒരു നിമിഷമെങ്കിലും നന്ദി പറയണം. ഇത്ര നല്ലവനാം പ്രിയനേ, ഇത്രയിൽ രുചി ചറിവാ, ഇത്ര നല്ലവനാം പ്രിയനേ, ഇത്രയിൽ രുചി ചറിവാ, ഇടയായതിനാ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ, ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. നമ്മൾ ആത്മാവിൽ ആരാധിക്കാം ഇത്ര നല്ലവനായ ദൈവത്തെ. സംഗീതവും ഏറ്റവും അടുത്ത തുണയും
എന്റെ സംഗീതവും ബലവും ഏറ്റവും അടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലൂടെ ശക്തിയോടെ ഏതൊരാപത്തിലും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. അവന്റെ കരത്താൽ കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും. കാത്തുപാലിക്കുമെന്നെ. ശക്തിയോട് പറഞ്ഞാട്ടവന്റെ കരത്താൽ കർത്തൻ താൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും. കാത്തുപാലിക്കുമെന്നെ നിത്യം. എന്റെ സംഗീതവും ബലവും ഏറ്റവും അടുത്ത തുണയും. എന്റെ സംഗീതവും ബലവും ഏറ്റവും അടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എല്ലാ കരങ്ങളും ഉയർത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ താൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും. പറഞ്ഞാട്ട് കാത്തുപാലിക്കുമെന്നെ നിത്യം. കർത്തൻ താൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും. കാത്തുപാലിക്കുമെന്നെ നിത്യം. ചെന്നത് പറഞ്ഞാട്ട് കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും. കാത്തുപാലിക്കുമെന്നെ നിത്യം. കർത്താവ് വെറുതെ പറഞ്ഞതല്ല, അവൻ്റെ കരത്തിൽ നമ്മൾ സുരക്ഷിതരാണ്. അവൻ എത്ര പ്രാവശ്യം നമ്മുടെ കണ്ണുനീരിനെ തുടച്ചവനാണ്. അവൻ നമ്മളെ കാത്തുപാലിക്കുന്ന ഒരു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെയെല്ലാം ഒന്ന് ഉയർത്തി ആമേൻ ഹല്ലേലൂയ നാവുകളെ തുറന്നൊന്ന് സ്തുതിച്ചാട്ട് പ്രൈസ് ദി ലോർഡ്. അഭിഷേകത്തിൻ്റെ ഒരു ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുക. ഓ കണ്ണുനീർ തുടയ്ക്കുന്നവൻ എൻ്റെ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
91 സങ്കീർത്തനം വായിക്കുമ്പോൾ 4-ാമത്തെ വാക്യത്തെ പ്രകാരം പറയുന്നു, തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. എന്നൊരു തൂവല, ഹല്ലേലൂയ! നമ്മളെ മറയ്ക്കുന്ന തൂവലൊന്ന് ചിന്തിച്ചു നോക്കി. അതിൻ്റെ അടുത്ത വാക്യം പ്രകാരം പറയുന്നു, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ ചിറക നമ്മളെ വഹിക്കുവാൻ കഴിവുള്ളവൻ. ഇന്ന് ഒരാൾ മൗനമായിട്ടിരിക്കരുത്. ആമേൻ. നാവുകളെ തുറന്ന് കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കണം. നമുക്കറിയാവുന്ന പാട്ടുകളാ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ചേർന്ന് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവിൽ ഞാൻ ചാരിടും, യേശുവിൽ ഞാൻ ചാരിടും. ആഴികളും തീരമാലകളും ആർത്തിരപ്പും നീലക്കും. യേശുവിൽ ഞാൻ ചാരിടും, യേശുവിൽ ഞാൻ ചാരിടും. ആഴികളും തീരമാലകളും ആർത്തിരപ്പും നീലക്കും. വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം, വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം. നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിദാസ, നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിദാസ. വെള്ളങ്ങൾ നീങ്ങി കവിഞ്ഞു, പ്രാണനു വേണ്ടി ഞാൻ പിടഞ്ഞു. വാഗ്ദത്ത നാടിനെ ഓർത്തു ശാന്തത നൽകിയ ദൈവം. വെള്ളങ്ങൾ നീങ്ങി കവിഞ്ഞു, പ്രാണനു വേണ്ടി ഞാൻ പിടഞ്ഞു. വാഗ്ദത്ത നാടിനെ ഓർത്തു ശാന്തത നൽകിയ ദൈവം. വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം, വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം. നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിദാസ, നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിദാസ. ലോത്തിനെ പോലെ ഞാൻ ഓടി, നേടിയതെല്ലാം മുകൾക്കും, സ്വന്തമായതെല്ലാം മിഥ്യ. എങ്കിലും ചേർത്തു നിൻ കരങ്ങൾ. ലോത്തിനെ പോലെ ഞാൻ ഓടി, നേടിയതെല്ലാം മുകൾക്കും, സ്വന്തമായതെല്ലാം മിഥ്യ. എങ്കിലും ചേർത്തു നിൻ കരങ്ങൾ. വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം, വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം. നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിദാസ, നിന്റെ കൈകളിലല്ലയോ നീ മെനഞ്ഞ നിദാസ. ഓരമശോധനയിൽ സ്നേഹാനന്ദം അറിഞ്ഞ് ൂരികൾ മൂടിയ വാനിൽ നിൻ ശോഭ എന്നെ നയിച്ചു. ഘോരമശോധനയിൽ നിൻ സ്നേഹാനന്ദം അറിഞ്ഞ് ൂരികൾ മൂടിയ വാനിൽ നിൻ ശോഭ എന്നെ നയിച്ചു. ഭൂവിലെ വാസം തീരും വരെയും വല്ലഭൻ പണിയും തിരുവിധം പോ. ഭൂവിലെ വാസം തീരും വരെയും വല്ലഭൻ പണിയും തിരുവിധം പോ. വല്ലഭനീ കോട്ട, വല്ലഭനീ
രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക, തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക, തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെയില്ലല്ലോ കാഹളം നാം കേട്ടിടാം, കാലമേറെയില്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാന്തൻ വരാറായി നാമും പോകാറായി, കാന്തൻ വരാറായി നാമും പോകാറായി. യേശുവിന്റെ നാമത്തിൽ വീടുതൽ നാമം കൊണ്ട് സാത്താനോട് എതിർത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ല, ജയം നമുക്ക് അവകാശമേ. യേശുവിന്റെ നാമത്തിൽ വീടുതൽ നാമം കൊണ്ട് സാത്താനോട് എതിർത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെയില്ലല്ലോ കാഹളം നാം കേട്ടിടാം, കാലമേറെയില്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാന്തൻ വരാറായി നാമും പോകാറായി, കാന്തൻ വരാറായി നാമും പോകാറായി. ആത്മവേയത്താലെ നാം കോട്ടകൾ തകർത്തിടാം, രോഗദുഃഖം മാറിടും യേശുനാമത്തിൽ. ഇനി ഭീതിയില്ല, ജയം നമുക്ക് അവകാശമേ. ആത്മവേയത്താലെ നാം കോട്ടകൾ തകർത്തിടാം, രോഗം ദുഃഖം മാറിടും യേശുനാമത്തിൽ. ഇനി ഭീതിയില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെയില്ലല്ലോ കാഹളം നാം കേട്ടിടാം, കാലമേറെയില്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാന്തൻ വരാറായി നാമും പോകാറായി, കാന്തൻ വരാറായി നാമും പോകാറായി. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനേ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനേ. യേശുവിൻ്റെ രക്തം ശുദ്ധിക്കാം, യേശുവിന്റെ രക്തം സൗഖ്യമാ, യേശുവിന്റെ രക്തം കരുതലാ. യേശു എന്നെ വീണ്ടെടുത്തു, യേശുവിൻ്റെ രക്തം യേശുവിന്റെ രക്തം ശുദ്ധിക്കാം, യേശുവിന്റെ രക്തം സൗഖ്യമാ, യേശുവിന്റെ രക്തം കരുതലാ. യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ. യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവേ ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനേ. ഓ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനേ. ഓ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനേ. ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങൾ ജീവിതത്തെ സ്തുതിച്ചാട്ടെ.
നമ്മൾ വെറുതെ പാടിയതെല്ലാം നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ. ഇനി ആരും ഭാരം പറയണ്ട. പ്രൈസ് ദി ലോർഡ്. മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായ എൻ്റെ രോഗങ്ങൾ എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 7:38 പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഓരോരുത്തരും ജീവജലത്തിൻ്റെ നദികളായി തീരട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ യായിറൂസിൻ്റെ ആളുകൾ വന്ന് പറഞ്ഞു, മകൾ രോഗമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 12-ാമത്തെ വയസ്സിൽ രോഗം, വർഷത്തിൽ രോഗം. പക്ഷേ യേശു നിന്നത് 12 വർഷം രോഗിയായിരിക്കുന്ന സ്ത്രീയെ സൗഖ്യമാക്കുന്നിടത്ത. അതിനിടയിലാണ് ന്യൂസ് വന്നു, നിന്റെ മകൾ മരിച്ചുപോയി. യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ വിശ്വസിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. എന്നോടും നിങ്ങളോടും ആമേൻ നമ്മുടെ കാതുകളിൽ ദൈവത്തിൻ്റെ ശബ്ദം പറയാം. വിശ്വസിക്കാൻ തയ്യാറായാൽ 12-ാം വർഷത്തെയും 12 വർഷമായതും സൗഖ്യമാവണമെന്ന് വിശ്വസിക്കുന്നവർ, ഹല്ലേലൂയ, അവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യൻ നീ, സ്തുതികളിന്മേൽ വസിപ്പോനും നീ, അങ്ങേയെന്നും ആരാധിച്ചിടും തിരുനാമം പാടിപ്പുകഴ്ത്തും. നമുക്ക് ചേർന്ന് ദൈവത്തെ പാടാം. സ്വർഗാദി സ്വർഗങ്ങൾ അവിടുത്തേത്, ഭൂതലവും അതിൻ പൂർണ്ണതയും. സ്വർഗാദി സ്വർഗങ്ങൾ അവിടുത്തേത്, ഭൂതലവും അതിൻ പൂർണ്ണതയും. ബലവാനാം ദൈവമേ, അങ്ങേ പോലെ മറ്റാരുമില്ലേ ആരാധിപ്പാൻ. ആരാധനയ്ക്കു യോഗ്യൻ നീ, സ്തുതികളിന്മേൽ വസിപ്പോനും നീ, അങ്ങേയെന്നും ആരാധിച്ചിടും തിരുനാമം പാടിപ്പുകഴ്ത്തും. ആരാധനയ്ക്കു യോഗ്യൻ നീ, സ്തുതികളിന്മേൽ വസിപ്പോനും നീ, അങ്ങേയെന്നും ആരാധിച്ചിടും തിരുനാമം പാടിപ്പുകഴ്ത്തും. ആരാധനയ്ക്കു യോഗ്യൻ നീ. എല്ലാ കരങ്ങളും ഉയരട്ടെ. സ്തുതികളിന്മേൽ വസിപ്പോനും നീ, അങ്ങേയെന്നും ആരാധിച്ചിടും തിരുനാമം പാടിപ്പുകഴ്ത്തും. ശക്തിയോടെ ആരാധനയ്ക്കു യോഗ്യൻ നീ, സ്തുതികളിന്മേൽ വസിപ്പോനും നീ, അങ്ങേയെന്നും ആരാധിച്ചിടും തിരുനാമം പാടിപ്പുകഴ്ത്തും.
ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഒരുമിച്ച് ഞങ്ങൾ പാടിയതുപോലെ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ആമേൻ അവിടുത്തെ ക്രൂശിൽ ഒഴുക്കിയ രക്തത്തിനായി ദൈവത്തിന് നന്ദി കരയറ്റുന്നു. അല്പനേരം വചനത്തിന് മുമ്പാകരിക്കുന്ന കർത്താവേ, അടിയങ്ങൾ ഉള്ളങ്ങളോട് സംസാരിക്കുമാറാകണമേ. പാസ്മ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ബലപ്പെടുത്തുമാറാകണമേ. പരിശുദ്ധാത്മാവിൽ ശക്തിയോടെ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നു. ശുശ്രൂഷ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ബലപ്പെടുത്തണമേ. പ്രാർത്ഥന നന്ദി യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് ശാന്തരാക്കുവാൻ ഈ അവസരം ഉപയോഗിക്കാം. ദൈവത്തെ ആരാധിക്കുവാൻ, പാട്ടുകളൊക്കെയും പാടി ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. യഥാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് നമ്മൾ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷത്താൽ നിറയുന്നു, സമാധാനത്താൽ നിറയുന്നു. അതിനുശേഷം ദൈവവചനം നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുമ്പോൾ, നല്ല നിലമാകുന്ന നമ്മുടെ ഹൃദയത്തിൽ അതിനെ സ്വീകരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടി ദൈവം തൻ്റെ പ്രവൃത്തി നമ്മളിൽ ചെയ്യും. ഇന്നെന്നെ കേൾക്കുന്ന ഓരോ ദൈവ മക്കളും, നിങ്ങൾ എവിടെ തന്നെ ആയിരുന്നാലും ഇന്ന് ദൈവം നിങ്ങൾക്ക് ഏറ്റവും സമീപസ്ഥനാണ്. നിങ്ങൾ എന്ത് തന്നെ അവസ്ഥയിലായിരുന്നാലും ഇന്ന് ദൈവം നിങ്ങളെ അറിയുന്ന ദൈവമാണ്. നിങ്ങൾ എത്ര തന്നെ ദൂരെ ആയിരുന്നാലും, എത്ര തന്നെ ആഴത്തിലായിരുന്നാലും, അവിടെയും ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ തേടിയെത്തും. ഇന്നൊരു കാര്യം മാത്രം ചെയ്യുക, നിങ്ങളുടെ ദൃഷ്ടി ദൈവത്തിന്മേൽ വെക്കുക, നിങ്ങളുടെ ഹൃദയം ദൈവത്തിന്മേൽ വെക്കുക. ദൈവം നിങ്ങളുടെ ഓരോരുത്തരിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തിയെ ദൈവത്തിന് നിറവേറ്റുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ അനുവദിച്ചു കൊടുക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് തരുന്ന ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങളങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. ഈ ചർച്ച് പരിസരത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. ഈ ഹാളിൽ അങ്ങയുടെ സാന്നിധ്യമുള്ളതിനായിട്ട് സ്തോത്രം. ഈ ശബ്ദം എവിടെയൊക്കെ എത്തുന്നോ, ഏതൊക്കെ ഭവനങ്ങളിൽ എത്തുന്നോ, അവിടെയൊക്കെയും ഇന്ന് അങ്ങയുടെ വിടുതൽ, അങ്ങയുടെ ജീവൻ, അങ്ങയുടെ സ്നേഹം കർത്താവേ ഓരോ മക്കളിലേക്കും എത്തുന്നതിനായിട്ട് സ്തോത്രം. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ കർത്താവേ, പ്രായമായിരിക്കുന്ന വ്യക്തികൾ വരെയും ദൈവമേ ഇപ്പോൾ അങ്ങയുടെ സ്നേഹത്തെ അറിയുന്നതിനായിട്ട് സ്തോത്രം. In every place, Lord, thank you that the love of God is reaching to every soul. Thank you, Father, that you're doing it. Restoring people, renewing people, and refreshing your people once again, Lord. ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവേ ഇന്ന് അവരെ പുതുക്കുന്നതിനായിട്ട് സ്തോത്രം, അവരെ വീണ്ടെടുക്കുന്നതിനായിട്ട് സ്തോത്രം, അവർക്കൊരു പുതിയ ഉണർവ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. ദൈവമേ, ഒരിക്കൽ കൂടി ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രവൃത്തി ഞങ്ങളുടെ മധ്യേ ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഈ സമയം നമ്മളുടെ വേദപുസ്തകങ്ങൾ നമുക്ക് യെരമ്യാവ് 23-ന്റെ 5-6 വാക്യങ്ങളിലേക്ക് തിരിക്കാം. Let us turn our Bibles to Jeremiah chapter 23 verse 5 and 6. യെരമ്യാവ് 23-ന്റെ 5-6 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിക്കുന്ന കാലം വരും. അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. അവൻ്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ നിർഭയമായി വസിക്കും. അവന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും എന്ന് യഹോവയുടെ അരുളപ്പാട്. Behold, the days are coming, says the Lord, that I will raise to David a branch of righteousness. A king shall reign and prosper and execute judgment and righteousness in the earth. In his days Judah will be saved and Israel will dwell safely. Now this is his name by which he will be called, the Lord our righteousness.
ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, അവന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ വചനം വായിക്കുമ്പോൾ ഇവിടെ വെളിപ്പെട്ട് വരുന്നത് ദൈവത്തിൻ്റെ ഒരു പേരാണ്. എന്താണ് ദൈവത്തിൻ്റെ പേര്? ദ ലോർഡ് അവർ റൈച്ചസ്നെസ്. യഹോവ നമ്മുടെ നീതി. ഹല്ലേലൂയ. യഹോവ നമ്മുടെ നീതി. എബ്രായ ഭാഷയിൽ ഇതിന് പറയുന്നത് ജഹോവ സിഡ്കേനു. ജഹോവ സിഡ്കേനു. ജഹോവ JEHOVAH സിഡ്കേനു TSIDKENU. ജഹോവ സിഡ്കേനു, ദ ലോർഡ് അവർ റൈച്ചസ്നെസ്. ദൈവം തന്നെ നമ്മുടെ നീതി. ഈ ഒരു പേര് നമ്മൾ എടുക്കുമ്പോൾ, ദൈവം നമ്മുടെ നീതി എന്ന് പറയുമ്പോൾ, അത് നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ഒരു സ്വഭാവത്തെ പറ്റിയാണ്. ദൈവത്തിന് അനേക സ്വഭാവങ്ങളുണ്ട്. പല പേരുകളിൽ കൂടി വെളിപ്പെട്ട് വരുന്ന പല പേരുകളുണ്ട് എബ്രായ ഭാഷയിൽ. യഹോവ ശലോം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ സമാധാനം. യഹോവ റാഫ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ സൗഖ്യദായകൻ. യഹോവ ഷമ്മ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ. അങ്ങനെ പല പേരുകളുണ്ട് ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്ന പേരുകൾ. ഈ പേര് വെളിപ്പെടുത്തുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. എന്താണ്? ദൈവം നമ്മുടെ നീതിയാകുന്നു. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്തുവാണ്? ദൈവത്തിൻ്റെ സ്വഭാവം, അതായത് ദൈവത്തിലുള്ള നീതിയെയാണ് വെളിപ്പെടുത്തി തരുന്നത്. ഒരു ദൈവ പൈതൽ എന്ന നിലയ്ക്ക് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ കാലത്തും എല്ലാ സമയത്തും നമ്മളിൽ ഉണ്ടാവുന്ന ശരിയായിട്ടുള്ള നീതിയുടെ ഉറവിടം ദൈവം മാത്രമാണ്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നൊരു നീതി നാം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ആ നീതിയിൽ നിലനിൽക്കേണ്ട ആവശ്യമാണ്. എന്നിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ, നീതി എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് റൈച്ചസ്നെസ്? ഇറ്റ് ഈസ് റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. Righteousness is right standing with God. Doing what is right in the sight of God always. എല്ലാ സമയത്തും എല്ലാ കാലത്തും ദൈവം മുൻപാകെ നേരായിട്ടുള്ളത് ചെയ്യുന്നതാണ് റൈച്ചസ്നെസ് എന്ന് പറയുന്നത്, നീതി എന്ന് പറയുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മളെ കൊണ്ട് അത് കഴിയുമോ? പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് God himself is our righteousness. നമ്മൾ മനസ്സിലാക്കണം, ദൈവമാണ് എന്നിലുള്ള എല്ലാ നന്മയുടെയും എല്ലാ നീതിയുടെയും ഏക ഉറവിടം ദൈവം മാത്രമാണ്. അല്ലാതെ എൻ്റെ ഉള്ളിൽ ഒരു നന്മയുമില്ല, ഒരു നീതിയുമില്ല. എനിക്ക് സ്വന്തമായിട്ട് അത് കഴിയുകയുമില്ല. നമ്മൾ വചനത്തിൽ നോക്കുമ്പോൾ സങ്കീർത്തനം 145:17 വാക്യം പറയുന്നു. Psalm 145:17 ദൈവത്തെപ്പറ്റി പറയുന്നത്, യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാനും തൻ്റെ സകല പ്രവർത്തികളിലും ദയാലുവുമാകുന്നു. The Lord is righteous in all his ways. ദൈവം തൻ്റെ എല്ലാ പ്രവർത്തികളിലും നീതിമാനാകുന്നു. അതിൻ്റെ അർത്ഥം എന്തുവാണ്? ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തിയും നീതിയോടെയുള്ള പ്രവൃത്തികളാണ്. ദൈവം എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് നീതിയോടെയുള്ള കാര്യങ്ങളായിരിക്കും. ഹല്ലേലൂയ. ദൈവം നീതിമാനും തൻ്റെ സകല പ്രവൃത്തികളും ദയാലുവുമാകുന്നു. ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി 32:4, ആവർത്തന പുസ്തകം 32:4 വാക്യം പറയുന്നു ദൈവത്തെപ്പറ്റി, അവൻ എൻ്റെ പാറ, അവൻ്റെ പ്രവൃത്തി അത്യുത്തമം, അവൻ്റെ വഴികളൊക്കെയും ന്യായം. ഹല്ലേലൂയ. ഇവിടെ എന്താണ് പറയുന്നത്? ദൈവം എൻ്റെ പാറ, അവൻ്റെ പ്രവൃത്തി അത്യുത്തമം, അവൻ്റെ വഴികളൊക്കെയും ന്യായം. അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ തന്നെ. ദൈവത്തെ പറ്റി പറയാണ്, അവർ ഗോഡ് ഈസ് എ റൈച്ചസ് ഗോഡ്. ഹല്ലേലൂയ. എപ്പോഴും നീതിമാനായ ദൈവമാണ്. സങ്കീർത്തനം 89:14 വാക്യം പറയുന്നു. Psalm 89:14 എന്താണ് പറയുന്നത്? നീതിയും ന്യായവും നിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു. റൈച്ചസ്നെസ് ആൻഡ് ജസ്റ്റിസ് ആർ ദി ഫൗണ്ടേഷൻസ് ഓഫ് യുവർ ത്രോൺ. ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? നീതിയും ന്യായവുമാകുന്നു. ഹല്ലേലൂയ. ദയയും വിശ്വസ്തതയും നിനക്ക് മുൻപായി നടക്കുന്നു. അതാണ് നമ്മളുടെ ദൈവം, നീതിമാനായ ദൈവം. ഹല്ലേലൂയ. എ ഗോഡ് ഓഫ് റൈച്ചസ്നെസ്, എ റൈച്ചസ് ഗോഡ്. ദാറ്റ് ഈസ് ഹു അവർ ഗോഡ് ഈസ്. അപ്പോൾ മനസ്സിലാക്കുക, ഈ ഒരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണെങ്കിൽ, നമ്മൾ ആ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? നീതിമാൻ അല്ലേ? നമ്മളും നീതിമാന്മാരായിരിക്കണം.
അതോ അനീതി പ്രവർത്തിക്കുന്നവരായിരിക്കണോ? നീതിമാനാണെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് നമ്മളോട് തന്നെ ചോദിക്കാം, നമ്മളുടെ എല്ലാ പ്രവൃത്തികളിലും നമ്മൾ നീതി ഉള്ളവരാണോ? നീതി പ്രകടമാക്കുന്നവരാണോ? വചനം നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ജനസിസ്, അവിടെ നമ്മൾ നോക്കുമ്പോൾ ദൈവം സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുന്നു. വചനം നോക്കുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആദ്യമായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം മനുഷ്യനോട് ആദ്യമേ പറയുന്നത് അതൊരു അനുഗ്രഹത്തിൻ്റെ വാക്കായിരുന്നു. The first word God spoke to man was a word of blessing. Genesis 1:28, ഉൽപ്പത്തി 1:28 നോക്കുമ്പോൾ എന്താണ് പറയുന്നത്? ദൈവം അവരെ അനുഗ്രഹിച്ചു. പറഞ്ഞാട്ടെ, ദൈവം അവരെ അനുഗ്രഹിച്ചു. ആദ്യമേ ദൈവം ചെയ്തത് എന്താണ്? താൻ സൃഷ്ടിച്ച മനുഷ്യനോട് അവനെ അനുഗ്രഹിച്ചു. എന്നിട്ട് പറയുന്നു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്നവരോട് കൽപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാട്ടെ, ദൈവം അവരെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ആദ്യമേ കാണുന്നത് ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ വാഴുവാൻ, എല്ലാറ്റിൻ്റെ മേലും വാഴുവാൻ. അടുത്തതായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഉൽപ്പത്തി 2:16-17, ഉൽപ്പത്തി 2 ജനസിസ് 2:16 and 17 എന്താണ് അവിടെ പറയുന്നത്? യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, പറഞ്ഞാട്ടെ, ദൈവം കൽപ്പിച്ചു. പറഞ്ഞാട്ടെ, ദൈവം കൽപ്പിച്ചു. ആദ്യമേ നമ്മൾ എന്താണ് പറഞ്ഞത്? ദൈവം അവരെ അനുഗ്രഹിച്ചു. രണ്ടാമത് ദൈവം അവരോട് കൽപ്പിച്ചു. ഹല്ലേലൂയ. The same God who blesses you is a God who commands you. Hallelujah. His blessings enrich you. His commands protect you. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം തന്നെയാണ് നമ്മളോട് കൽപ്പിക്കുന്നതും. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളുടെ ജീവിതത്തിൽ സമൃദ്ധി കൊണ്ടുവരുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മളെ സംരക്ഷിക്കുന്നു. ഹല്ലേലൂയ. സൃഷ്ടിയിൽ ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുകയാണ്. ദൈവം തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുകയാണ്. അനുഗ്രഹിക്കുന്ന അതേ ദൈവം തന്നെയാണ് കൽപ്പിക്കുന്നതും. നമ്മളുടെ ജീവിതത്തിലും കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മളത് ചെയ്യത്തില്ലേ? ഒരു വശത്ത് അവർക്കായിട്ടുള്ള അനുഗ്രഹങ്ങൾ കൊടുക്കും, അതേ സമയത്ത് നമ്മൾ കൽപ്പിക്കുകയും ചെയ്യും. മോനെ അങ്ങനെ ചെയ്യരുത്, തെറ്റാണ്. മോളെ അങ്ങനെ ചെയ്യരുത്, തെറ്റാണ്. അല്ലേ? സോ ദ സെയിം ഗോഡ് ഹു ബ്ലെസ്സസ് യു കമാൻഡ്സ് യു ആസ് വെൽ. His blessings enrich you. His commandments protect you. Hallelujah. മനസ്സിലാക്കുക, ഏദൻ തോട്ടത്തിൽ ദൈവം തൻ്റെ നീതിയെ വെളിപ്പെടുത്തുകയായിരുന്നു. The Bible says the blessings of the Lord it maketh one rich and he adds no sorrow with it. അല്ലേ? ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സദൃശവാക്യം 10:22 പറയുന്നത് അങ്ങനെയാണ്. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല. യഹോവയുടെ അനുഗ്രഹത്താൽ നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി വരുന്നു. ഞാൻ യഥാർത്ഥമായിട്ട് ആ വചനം വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പണം മാത്രമല്ല, അത് രണ്ടാമത്തെ കാര്യം. അതിനേക്കാളും കൂടുതൽ യഥാർത്ഥമായ ദൈവിക സമ്പത്ത് എന്താണെന്ന് അറിയാമോ? റോമർ 14:17 എന്താണ്? ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ സന്തോഷം. ഇതെൻ്റെ ജീവിതത്തിൽ സമൃദ്ധമായിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഏറ്റവും സമ്പന്നൻ. അത് മൂന്നും നമുക്ക് ലഭിക്കുന്നത് യേശു ക്രിസ്തുവിൽ കൂടിയാണ്. റോമർ 14:17 എന്താണ് പറയുന്നത്? ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. അതിൻ്റെ അർത്ഥം വീട്ടിൽ ഭക്ഷണവും പാനീയവും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും ഉണ്ടെങ്കിൽ ദൈവരാജ്യം നിൻ്റെ ജീവിതത്തിലുണ്ട്. നീ ഏറ്റവും സമ്പന്നനുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ പണമൊക്കെ ഉണ്ടെങ്കിലും ഉറങ്ങാൻ പറ്റാത്തവരുണ്ട്. അവൻ സമ്പന്നനാണോ? ഭക്ഷണം ആവശ്യത്തിന് 6 കോഴ്സ് മീൽ എല്ലാം ടേബിളിൽ വെക്കാൻ പറ്റുമെങ്കിലും കഴിക്കാൻ പറ്റാത്തവനുണ്ട്. അവൻ സമ്പന്നനാണോ? ഒരു ഉരുള എടുത്ത് വായിലോട്ട് സമാധാനത്തോടെ വെക്കാൻ പറ്റാത്തവരുണ്ട്. അവർ സമ്പന്നനാണോ? അല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. വചനം പറയുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾക്ക് സമൃദ്ധി ലഭിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ കൂടി. ദ ബ്ലെസ്സിങ്സ് ഓഫ് ദ ലോർഡ് എൻറിച്ച് us and the commands of God protect us. വചനം പറയുന്നു, സങ്കീർത്തനം 119:11
സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ദൈവമേ, ഞാൻ നിൻ്റെ കൽപ്പനകളെ എൻ്റെ ഉള്ളിൽ വെക്കുകയാണ് എപ്പോഴും. അതിൽ ഞാൻ ധ്യാനിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തിനാണ്? ഞാൻ പാപത്തിൽ പെട്ട് നശിച്ചു പോകാതിരിക്കേണ്ടതിന്. ദ കമാൻഡ്മെൻറ്റ്സ് ഓഫ് ഗോഡ്, ദേ പ്രൊട്ടക്റ്റ് us ഫ്രം സിൻ ആൻഡ് ഡെത്ത്. അതാണ് നീതിമാനായ ദൈവം. സൃഷ്ടിയിൽ വെളിപ്പെടുത്തിയാണ് ആദ്യമേ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ. അതുകൊണ്ട് ദൈവം മനുഷ്യനോട് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ആ കൽപ്പന കൊടുക്കുമ്പോൾ പറഞ്ഞത് എന്താണ് ദൈവം? ഇവിടെ പറയുന്നു, യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. അവിടെ ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തായിരുന്നു? അനുസരണമായിരുന്നു. നീ ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ കൽപ്പന അനുസരിക്കുക. നിനക്കായിട്ടുള്ളത് ഇതാണ്, നേരായിട്ടുള്ളത്, നീ അത് ചെയ്യുക, തിന്നാതിരിക്കുക. നീ അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. അതായത് നീ അനുസരണക്കേട് കാണിച്ചാൽ നിനക്ക് മരണം സംഭവിക്കും. വ്യക്തമായിട്ട് ദൈവം കാണിച്ചു കൊടുക്കുകയാണ് മനുഷ്യന്. പക്ഷേ എന്ത് സംഭവിച്ചു? ആദം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. അതിൽ കൂടി പാപം അവനിൽ വന്നു. അവൻ ആത്മീയമായിട്ട് മരിക്കുകയും ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിലേക്ക് ജനിക്കുന്നവർ ആ പാപ സ്വഭാവത്തോടെയാണ് ജനിക്കുന്നത്. വചനം പറയുന്നു, റോമർ 5:12 റോമൻസ് 5:12, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? നമ്മളെല്ലാവരിലും പാപമുണ്ട്. നാം ഈ ലോകത്തിലേക്ക് ജനിച്ചു വരുന്നത് പാപത്തിലാണ്. സങ്കീർത്തനം 51:5 പറയുന്നു, എങ്ങനെയാണ് നമ്മൾ ജനിച്ച് ഈ ലോകത്തിലേക്ക് വന്നത്? ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അതായത് ഈ ലോകത്തിലേക്ക് ജനിച്ചു വരുന്ന ഓരോ വ്യക്തിയും പാപ സ്വഭാവത്തോടെയാണ് ഈ ലോകത്തിലേക്ക് ജനിച്ചു വരുന്നത്. അതിൻ്റെ അർത്ഥം നമ്മളിൽ ഒരു നീതിയുമില്ല. ദൈവം മുൻപാകെ എന്താണ് ദൈവത്തിൻ്റെ നീതി? അത് നമുക്ക് നിറവേറ്റുവാനുള്ള കഴിവ് നമ്മളിൽ ഇല്ല. ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നീതിമാനാണ്, എൻ്റെ സ്വന്തം കഴിവാൽ ഞാൻ ദൈവം മുമ്പാകെ നീതിയോടെ നടക്കും, ഒരിക്കലും സംഭവിക്കത്തില്ല. കാരണം നമ്മളെല്ലാം പാപ സ്വഭാവത്തോടാണ് ഈ ലോകത്തിലേക്ക് ജനിച്ചു വന്നിരിക്കുന്നത്. റോമർ 5:19 പറയുന്നു, ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. ആദ്യ മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. റോമർ 6:23 പറയുന്നു, പാപത്തിൻ്റെ ശമ്പളമോ മരണമത്രേ. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ പാപ സ്വഭാവത്തോടെയാണ് ഈ ലോകത്തിലേക്ക് ജനിച്ചു വരുന്നത്. നമ്മളിൽ നീതിയുടെ ഒരു സ്വഭാവമില്ല. ദൈവം നീതിയുടെ ദൈവമാണ്, നീതി സ്വഭാവമുള്ള ദൈവമാണ്. പക്ഷെ നമ്മളോ ആ നീതി സ്വഭാവം ഇല്ലാത്തവർ ആയി ജനിക്കുകയാണ്, നമ്മളങ്ങനെ ജീവിക്കുകയും ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി നമുക്ക് ചോദിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞത്, എന്താണ് നീതി? വാട്ട് ഈസ് റൈച്ചസ്നെസ്? വാട്ട് ഈസ് റൈച്ചസ്നെസ്? ഇറ്റ് ഈസ് റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. എന്താണ് റൈച്ചസ്നെസ്? റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. ദൈവം മുൻപാകെ നേരോടെ നടക്കുക. അതാണ് നീതി എന്ന് പറയുന്നത്. എപ്പോഴും ദൈവം മുൻപാകെ നേരായിട്ടുള്ളത് ചെയ്യുവാൻ സാധിക്കുക, അതാണ് നീതി എന്ന് പറയുന്നത്. അതാണ് റൈച്ചസ്നെസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളെയും കൊണ്ട് ആരെയും കൊണ്ടും അത് സാധിക്കത്തില്ല. നമ്മുടെ സ്വന്തം കഴിവാലോ നമുക്കത് സാധിക്കുകയുമില്ല. അത് നമ്മളിൽ ഒരു സ്വഭാവം തന്നെ മാറേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മൾ ജനിച്ചത് ഏത് സ്വഭാവത്തിലാണ്? വചനം പറയുന്നത് സിൻഫുൾ നേച്ചർ, പാപപര സ്വഭാവത്തിലാണ് നമ്മൾ ജനിച്ചത്, ജഡികമായിട്ടുള്ള സ്വഭാവം. We are born with the sinful nature, but what God wants is the righteous nature, the nature of God. മനസ്സിലാക്കുക, ഈ ലോകത്തിലേക്ക് വരുന്ന ഓരോ വ്യക്തിയിലുമുള്ള സ്വഭാവം എന്താണ്? പാപ സ്വഭാവം. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? righteous nature. So there is sinful nature or human nature, fleshly nature, and there is godly nature, which is the righteous nature. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ രണ്ട് തലത്തിലാണ് അല്ലേ? എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്വഭാവം പ്രാപിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ദൈവം മുൻപാകെ നീതിയോടെ ജീവിക്കാൻ കഴിയുന്നത് ഓരോ നിമിഷവും? വചനം നമ്മൾക്ക് വ്യക്തമായിട്ട് പറയുന്നു, നമ്മൾ ഓരോ നിയമങ്ങളോ ഒക്കെ പാലിച്ചതുകൊണ്ട് ദൈവം മുമ്പാകെ ഒരിക്കലും നീതീകരിക്കപ്പെടത്തില്ല.
നമ്മൾ ചിലപ്പോൾ ഈ ഒരു ദേശത്ത് പാർക്കുമ്പോൾ അവിടുത്തെ ദേശത്തെ നിയമങ്ങളൊക്കെ പാലിച്ചു. ബാഹ്യമായിട്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ മുൻപാകെ നമ്മൾ ഇതുകൊണ്ട് ഒരു പ്രവൃത്തിയും കൊണ്ടും നീതീകരിക്കപ്പെടുകയില്ല. നമ്മളുടെ സ്വഭാവം തന്നെ മാറേണ്ടത് ആവശ്യമാണ്. ആദമും ഹവ്വയും പാപം ചെയ്തപ്പോൾ വചനം പറയുന്നത് അവരുടെ അനുസരണക്കേടിൽ കൂടി പാപം ലോകത്തിലേക്ക് വന്നു, നമ്മളിലേക്കും വന്നു. എല്ലാവരും ആത്മീയമായിട്ട് മരിക്കുകയാണ്. നമ്മളുടെ അവസ്ഥയെ വളരെ വ്യക്തമായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു കഥയുണ്ട് ബൈബിളിൽ. ഏത് ആരുടെയാണെന്നറിയാമോ? കെയ്നിൻ്റെ ആബേലിൻ്റെ കഥ. അത് നമ്മൾ നോക്കുമ്പോൾ ഉൽപ്പത്തി 4:2 മുതൽ 7 വരെ വായിച്ചാൽ ഇങ്ങനെയാണ് പറയുന്നത്. ഹാബേൽ ആട്ടിടയനും കയീൻ കൃഷിക്കാരനുമായി തീർന്നു. കുറേ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീന് ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. മനസ്സിലാക്കുക, 2 സഹോദരങ്ങൾ. ഒരാൾ ദൈവത്തിന് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശ്വാസത്തോടെ ഏറ്റവും നല്ലത് അർപ്പിച്ചു, ദൈവം പ്രസാദിച്ചു. മറ്റൊരുവൻ ദൈവത്തിന് അർപ്പിച്ചതിൽ ദൈവം പ്രസാദിച്ചില്ല. കാരണം അവൻ അർപ്പിച്ചതിൽ അവൻ്റെ ഹൃദയം ദൈവത്തോട് പറ്റിയല്ലായിരുന്നു. അവൻ അർപ്പിച്ചതിൽ ദൈവം പ്രസാദിച്ചില്ല. അപ്പം എന്തു പറയുന്നു ഇവയുടെ? അവന് കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. നമ്മളുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മുടെ പ്രവൃത്തിയിൽ ദൈവം പ്രസാദിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയും തോന്നാറില്ലേ? കോപം, മുഖം വാടുന്നു. ദൈവം ഇവിടെ അപ്പോൾ എന്താണ് കയീനോട് പറയുന്നത്? എന്നാൽ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിൻ്റെ മുഖം വാടുന്നത് എന്ത്? 7-ാം വാക്യം, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. എന്താണ് ദൈവം പറയുന്നത്? കയീനേ, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ ദൈവം നിന്നിൽ പ്രസാദിക്കും. നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം നിൻ്റെ വാതിൽക്കൽ നിന്നെ നോക്കി കിടക്കുകയാണ്. നിന്നെ വിഴുങ്ങുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ, നിന്നെ തീർക്കുവാൻ. നീ അതിനെ ജയിക്കണം. ഇഫ് യു ഡു വാട്ട് ഈസ് റൈറ്റ്, will you not be accepted? But if you do not know do what is right, sin is waiting at the door. It wants to have you, but you should overcome it. ദൈവമക്കളെ, നമ്മളും നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. ദൈവത്തിനെ എപ്പോഴും പ്രസാദിപ്പിക്കുവാൻ നമ്മൾ പ്രയത്നിക്കണം. അല്ലെങ്കിൽ പാപം കാത്തു നിൽക്കുകയാണ് നമ്മളെ വിഴുങ്ങുവാൻ, നമ്മളെ തീർത്ത് കളയുവാനായിട്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണ് എപ്പോഴും ഉണ്ടാകേണ്ടത്? ദൈവമേ, ഞാൻ എപ്പോഴും നിൻ്റെ മുൻപാകെ നേരോടെ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നൊരു പ്രാർത്ഥനയോടെ നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പാപ സ്വഭാവത്തോടെ ഈ ലോകത്തിലേക്ക് ജനിച്ചു വരുന്നു. അങ്ങനെ ജനിച്ചു വരുന്ന ഒരു വ്യക്തി 2-ൽ ഒരു രീതിയിൽ അവൻ പെരുമാറാം. ഒന്നുകിൽ അവൻ്റെ പാപത്തെപ്പറ്റി അവൻ ഒരു കുറ്റബോധവും തോന്നത്തില്ല, അല്ലേ? ഈ ലോകത്തിലേക്ക് പാപിയായിട്ട് ജനിച്ചു വരുന്ന ഒരു വ്യക്തി, ഉദാഹരണത്തിന് ഒരു കള്ളൻ, അപ്പൻ കള്ളനാ. അവൻ ജനിച്ചു വന്നപ്പം മുതൽ അവനും മോഷ്ടിച്ചു തുടങ്ങി. പക്ഷെ അവൻ്റെ ജീവിതം മോഷണം മാത്രമായി മാറി. അവസാനം അവൻ ഇതിനെപ്പറ്റി ഒരു കുറ്റബോധവും തോന്നുന്നേയില്ല. എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഇല്ല. അതേസമയം പാപം ചെയ്ത ഒരു വ്യക്തിക്ക് കുറ്റബോധമുണ്ടാകാം. അത് നല്ല കാര്യം. അവന് തോന്നും, ദൈവമേ, ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണല്ലോ, ഒരു അനുതാപം വരണം. പക്ഷെ അപ്പോഴും അവൻ എവിടുന്നാണ് രക്ഷ വരുന്നത്? എവിടെയാണ് അവൻ നീതീകരിക്കപ്പെടുന്നത്? ഇറ്റ് ഈസ് ഓൺലി അറ്റ് ദ ഫുട്ട് ഓഫ് ദ ക്രോസ്. ഹല്ലേലൂയ. ആ ക്രൂശിങ്കലിലേക്ക് അവൻ വരേണ്ടത് ആവശ്യമാണ്. യേശു ക്രിസ്തുവിങ്കിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. വചനം പറയുന്നു, റോമർ 3:23, ഒരു വ്യത്യാസവുമില്ല. അതായത് എബ്രായനും വ്യാധീനും തമ്മിൽ ഒരു വ്യത്യാസമില്ല, യഹൂദനും വ്യാധനും തമ്മിൽ ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീരുന്നു. എല്ലാവരും, അത് ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചവരും ക്രിസ്ത്യാനി അല്ലാതെ ജനിച്ചവരും എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. റോമർ 3:10 മുതൽ 12 വരെ ഇങ്ങനെ പറയുന്നു, നീതിമാൻ ആരുമില്ല. നീതിമാൻ ആരുമില്ല. ഇല്ല പാസ്റ്ററെ, ഞാൻ എൻ്റെ അകത്തില്ല, ഞാൻ ആ കൂട്ടത്തിലല്ല. ആന്നോ? അങ്ങനെയല്ല. നീതിമാൻ ആരുമില്ല. അതിൻ്റെ അർത്ഥം
ആരുമില്ല. ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ, പാസ്റ്ററേ ഞാൻ ജനിച്ചത് ഈ കുടുംബത്തില്ല, ഈ നല്ല പ്രവർത്തികളൊക്കെ ചെയ്യുന്ന കുടുംബമാണ്, പള്ളിയിൽ ഞങ്ങൾ ട്രസ്റ്റിയാണ്, കമ്മിറ്റിയാണ് ഉണ്ടോ? ആരുടെയും പേരിവിടെ പറയുന്നുണ്ടോ? ഇല്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഒരിക്കൽ കൂടി പറയുക, നീതിമാൻ ആരുമില്ല. അപ്പോഴും ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാനുണ്ടെന്ന് വിചാരിച്ചാൽ ഒരുത്തനും ഇല്ലെന്നാണ് പറയുന്നത്. 2 പ്രാവശ്യം പറഞ്ഞിരിക്കുക കേട്ടോ, വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ. നീതിമാൻ ആരുമില്ല, ഒരുത്തനുമില്ല. ഒരുത്തിയും ഇല്ലെന്നും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നത് കേട്ടോ. ചിലപ്പം ചിലർ പറയും പാസ്റ്റർ അത് ആണുങ്ങളെ പറ്റിയാണ് പറയുന്നത്. അല്ല 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 പ്ലീസ്. ഒരുത്തിയുമില്ല, ഒരുത്തനുമില്ല കേട്ടോ. 2 പ്രാവശ്യം കർത്താവ് പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. വ്യക്തമായിട്ട് പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തനും ഒരുത്തിയും പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ഒരുത്തി ഉണ്ട് കേട്ടോ, / ഒരുത്തി പോലുമില്ല. സോ മനസ്സിലാക്കുക, നമ്മൾ ആരും നന്മ മരമോ എന്തൊക്കെ പറയുമല്ലോ, ആരും അങ്ങനെ വലിയ നന്മ മരമൊന്നും ഇല്ല കേട്ടോ. ഒരു നന്മ മരമേ ഉള്ളൂ, കാൽവറി ക്രൂശ്. അതിൽ തൂങ്ങിക്കിടക്കുന്ന യേശു ക്രിസ്തു, എനിക്കായിട്ട് മരിച്ചവൻ. ഹല്ലേലൂയ. വേറൊരു നന്മ മരവും ഇല്ല. പ്രൈസ് ഗോഡ്. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അപ്പോൾ മനസ്സിലായല്ലോ നമ്മുടെ അവസ്ഥ. ആ നമ്മളിലേക്കാണ് ദൈവത്തിൻ്റെ വചനം വരുന്നത്. യെരമ്യാവ് 23:5-6 വാക്യങ്ങൾ. Behold, the days are coming, says the Lord. ദൈവം ഇതൊരു പ്രവചനമായിട്ട് യെരമ്യാ പ്രവാചകനിൽ കൂടി പറഞ്ഞതാണ്. ഇത് യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്. ദൈവം പറയുന്നത് എന്താണ്? ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയാവിനെ ഉത്ഭവിക്കുന്ന കാലം വരും. അതായത് ദാവീദിൻ്റെ ആ ഒരു വംശാവലിയിൽ നിന്ന് ഒരുവൻ വരും, അവൻ രാജാവായി വാഴും, വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. ഹല്ലേലൂയ. ദാവീദിൻ്റെ വംശാവലിയിൽ നിന്ന് വരുന്നവൻ, അവൻ രാജാവായി വാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ നീതി കൊണ്ടുവരും. ഹല്ലേലൂയ. അവൻ്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും. അതായത് ദൈവത്തിൻ്റെ ജനം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരും. ഇസ്രായേൽ നിർഭയമായി വസിക്കും. നമ്മളുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ ഭയമില്ലാതെ വസിക്കുവാൻ നമുക്ക് കഴിയും. അവന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്. ഹിസ് നെയിം വിൽ ബി ദ ലോർഡ് അവർ റൈച്ചസ്നെസ്. യേശു ക്രിസ്തുവിൽ കൂടി നമ്മൾക്ക് ദൈവത്തിൻ്റെ നീതി ലഭിക്കുമെന്നാണ് ഈ വചനത്തിൽ കൂടി പറയുന്നത്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ കൂടി മനുഷ്യരാശിക്ക് ഇല്ലാത്ത നീതി യേശു ക്രിസ്തുവിൽ കൂടി നമ്മൾക്ക് ലഭിക്കുവാൻ ഇടയാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. റോമർ 3:21-22 വാക്യങ്ങൾ. യേശു ക്രിസ്തുവിൽ കൂടി നാം നീതീകരിക്കപ്പെടുന്നതിനെ പറ്റി പറയുന്നത് റോമർ 3:21-22 വാക്യങ്ങൾ. ഇവിടെ പറയുന്നത്, ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി. ഹല്ലേലൂയ. എങ്ങനെയാണ് നാം നീതീകരിക്കപ്പെടുന്നത്? യേശു ക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഭവനത്തിൽ ചെന്ന് റോമർ 3:21-26 വരെ വായിക്കണം. നമുക്കിതൊന്നുകൂടെ വായിക്കാം, 21-22. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും, അതായത് യേശുവിൻ്റെ ക്രൂശിലെ മരണത്തിൽ വിശ്വസിക്കുന്നവർ, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുന്നവർ, യേശു എൻ്റെ പാപത്തിനായിട്ട് എനിക്ക് മറുവിലയായി മരിച്ചു എന്ന് വിശ്വസിക്കുന്നവർ, അവർക്ക് വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ കൂടി നാം നീതീകരിക്കപ്പെടുന്നുവെന്ന് വെളിപ്പെട്ടു വന്നിരിക്കുകയാണ്. 2 കൊരിന്ത്യർ 5:21 വാക്യം ഇങ്ങനെ പറയുന്നു. 2 Corinthians 5:21 എന്താണ് പറയുന്നത്? പാപം അറിയാത്തവനെ, അതായത് യേശുവിനെ, നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. God made him who knew no sin to become sin for us, so that I might become the righteousness of God in him.
ഇതാണ് ദിസ് ഈസ് ദ ഡിവൈൻ എക്സ്ചേഞ്ച് ഓൺ ദ ക്രോസ്. ഞാൻ പലപ്പോഴും പറയുന്നത് എന്താണ് ആ ക്രൂശിൽ സംഭവിച്ചത്? ആ ക്രൂശിൽ മരിക്കേണ്ടത് ഞാനായിരുന്നു. ഞാനാണ് പാപം ചെയ്തവൻ. പാപത്തിൻ്റെ ഫലം മരണമത്രേ. ഞാനാണ് മരിക്കേണ്ടിയവൻ. എന്നാൽ ദൈവത്തിൻ്റെ പുത്രൻ, ദ ലോർഡ് മൈ റൈറ്റ്യസ്നസ്, യഹോവ സിഡ്കേനു, ദൈവത്തിൻ്റെ പുത്രൻ, ഒരു പാപവുമില്ലാത്തവൻ, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുകയാണ്. ഞാൻ മരിക്കേണ്ട മരണം, നീതി, ദൈവത്തിൻ്റെ നീതി നിറവിലുള്ളവൻ എനിക്ക് വേണ്ടി ക്രൂശിൽ മേൽ മരിക്കുകയാണ്. എൻ്റെ മരണം യേശുക്രിസ്തു ഏറ്റെടുക്കുന്നു. എന്നിട്ട് യേശുവിൻ്റെ നീതി എനിക്ക് തരികയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ഒരിക്കൽ കൂടി, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്. എൻ്റെ നീതി എവിടെയാണ്? ക്രിസ്തു യേശുവിലാണ്. വേർ ഇസ് മൈ റൈറ്റ്യസ്നസ്? ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. പാപം അറിയാത്തവനെ, യേശുവിനെ, നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. ഒരു പാപവുമില്ലാത്ത നീതിയുടെ നിറവിൽ, ദൈവത്തിൻ്റെ നീതിയുടെ നിറവിലുള്ള യേശു ക്രിസ്തുവിനെ ദൈവം എനിക്ക് വേണ്ടി പാപമാക്കി. എൻ്റെ പാപം യേശുവിൻ്റെ മേൽ വന്നു, യേശുവിൻ്റെ നീതി എനിക്ക് നൽകി. യേശു ക്രൂശിന്മേൽ മരിക്കുകയാണ്. ഹല്ലേലൂയ. നാം അതിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് ദൈവ പൈതലേ, യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ നീതി നിൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. നിനക്ക് ദൈവം മുൻപാകെ പാപം ചെയ്യാതെ നീതിയോടെ ജീവിക്കുവാനുള്ള ആ കൃപയും ആ കഴിവും യേശു ക്രിസ്തുവിൽ കൂടി. മനസ്സിലാക്കുക, യേശുവിലാണ് നമ്മുടെ നീതി. എന്താണ് ഇവിടെ പറയുന്നത്? അവനിൽ, നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്, യേശുവിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ദൈവം അവനെ നമുക്ക് വേണ്ടി പാപമാക്കി. ഹല്ലേലൂയ. ഞാൻ മരിക്കേണ്ട മരണം യേശു മരിക്കുകയാണ്. യേശുവിൻ്റെ നീതി എനിക്ക് തരികയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. റോമർ 4:22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. റോമർ 4:22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ അബ്രഹാമിൻ്റെ വിശ്വാസത്തെപ്പറ്റി പറയുകയാണ്. അതുകൊണ്ട് അബ്രഹാമിൻ്റെ വിശ്വാസം അവന് നീതിയായി കണക്കിട്ടു. എന്താണ് നമുക്ക് അവന് നീതിയായിട്ട് കണക്കിട്ടത്? അബ്രഹാമിൻ്റെ പ്രവൃത്തിയല്ല, അവൻ്റെ വിശ്വാസമാണ്. അതുകൊണ്ട് ദൈവമക്കൾ ആരും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ദൈവം നമുക്ക് നീതിയായിട്ട് കണക്കിടുമെന്ന് വിചാരിക്കരുത്. അബ്രഹാമിൻ്റെ പ്രവൃത്തിയല്ല. നമ്മൾ ഈ ദിവസങ്ങൾ ബൈബിൾ സ്റ്റഡിയിൽ റോമൻസാണ് പഠിക്കുന്നത്, അല്ലേ? നമ്മളിത് പഠിച്ചതാണ് കഴിഞ്ഞ നാളുകളിൽ. എല്ലാവരും ദൈവമക്കൾ ബൈബിൾ സ്റ്റഡി റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യണം. ദൈവം കൂടുതൽ വെളിപ്പെടുത്തി തരും. ഇവിടെ പറയുന്നു, അതുകൊണ്ട് അബ്രഹാമിൻ്റെ വിശ്വാസം അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ട് എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചുകൂടെ ആകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ. ഹല്ലേലൂയ. എന്താണ് പറയുന്നത് ഇവിടെ? പറയുന്നത് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും ദൈവത്തിൻ്റെ നീതി കണക്കിടുവാൻ ഉള്ളതാകയാൽ തന്നെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ, യേശുവിൻ്റെ ക്രൂശിലെ മരണത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ദൈവം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, എൻ്റെ പാപം യേശുവിന്മേൽ വെച്ചു, ഞാൻ അതിൽ വിശ്വസിക്കുന്നു, അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ നീതി നമ്മളിലേക്കും വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പാസ്റ്ററെ, ഞാൻ വിശ്വാസിയായി, ഞാൻ ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, ദൈവത്തിൻ്റെ നീതി ഞാൻ പ്രാപിച്ചിരിക്കുന്നു, ഇനി ഒന്നും ഞാൻ ചെയ്യേണ്ടത് ആവശ്യമില്ല, ആണോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്നും പല വിശ്വാസികളിലും ശരിക്കും ആ ദൈവസ്വഭാവം വെളിപ്പെടാത്തത്? എന്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെയൊക്കെ കയ്യിലിരിപ്പ് പലപ്പോഴും ശരിയല്ലാത്തത്? നമ്മുടെയൊക്കെ പെരുമാറ്റം കണ്ടാൽ അവിശ്വാസികൾ പോലും നാണം കെട്ടു പോകും. എന്തുകൊണ്ടാണ്? നമ്മൾ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുന്നില്ല എന്താണ് ദൈവനീതി എന്ന്. നമ്മൾ ജസ്റ്റ് ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് അങ്ങ് പ്രാപിച്ചു എന്നും പറഞ്ഞ് ജീവിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പരീശന്മാരെ പോലെ തന്നെയാണ്. വാട്ട് വാസ് ഇറ്റ് അബൌട്ട് ദ ഫാരിസീസ്? ദേ ഹാഡ് എ ഫോൾസ് റൈറ്റ്യസ്നെസ്. ഒരു കപടമായ ഒരു നീതി ഉണ്ടായിരുന്നു അവർക്ക്. ഞങ്ങൾ കൽപ്പനകളെല്ലാം പാലിക്കുന്നു, ഞങ്ങൾ അത് ചെയ്യുന്നു, ആ നന്മ ചെയ്യുന്നു, ഈ നന്മ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളെല്ലാം നീതിമാന്മാരാണ്. അല്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് മത്തായി 5:25 വാക്യത്തിൽ, നിങ്ങളുടെ നീതി
മാത്യു 5:20, നിങ്ങളുടെ നീതി ശാസ്ത്രിമാന്മാരെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ, എന്താണ്? നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അയ്യോ, ചില പേടിപ്പിക്കുന്നൊരു കാര്യമില്ലേ? ഈ പരീശന്മാരെ ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ, നമ്മുടെ നീതി അതിനെ കവിയുന്നില്ല എങ്കിൽ നമ്മൾ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല. ഒന്ന് ചോദിച്ചു നോക്കിയേ, കർത്താവേ, ഞാനിപ്പോൾ ഒരു പരീശനായി മാറിയിരിക്കുകയാണോ? ഞാൻ ഭയങ്കര നീതിമാനാണ്, പരീശന്മാരെ പോലെയാണോ നമ്മൾ നടക്കുന്നത്? അല്ല, നമ്മൾ അങ്ങനെ ആകരുത്. നമ്മൾ ഓരോ ദിവസവും ദൈവം മുൻപാകെ താഴ്മയോടെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവേ, ദൈവമേ, എന്നിൽ ഒരു നന്മയുമില്ല, എൻ്റെ സ്വന്തമായിട്ട് യേശു ക്രിസ്തു എന്നിലുള്ളത് മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ നീതിയുടെയും നന്മയുടെയും ഉറവിടം. ഇറ്റ് ഈസ് ഇൻ ക്രൈസ്റ്റ് ലോർഡ്. ക്രിസ്തുവിലാണ് ദൈവമേ. അതുകൊണ്ടാണ് യേശു തന്നെ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞത്, ബ്ലെസ്സഡ് ആർ ദോസ് ഹു ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ആഫ്റ്റർ റൈച്ചസ്നെസ്, യു വിൽ ബി ഫിൽഡ്. ഹല്ലേലൂയ. ഓരോ ദിവസവും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മത്തായി 5:6 പറയുന്നു, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഓരോ ദിവസവും ഞാൻ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, വൈകിട്ട് ഡിന്നർ. നല്ല വിശപ്പും നല്ല ദാഹമുണ്ട് പാസ്റ്ററെ, അത് പോരാ. ഓരോ ദിവസവും ദൈവത്തിൻ്റെ നീതി, ദൈവം മുൻപാകെ നേരായിട്ടുള്ളത് ചെയ്യുവാൻ, അതിനായിട്ട് വിശന്ന് ദാഹിക്കണം. There should be a hunger and thirst in every one of us. More of your righteousness in my life, Lord. കൂടുതൽ കൂടുതൽ അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ, കൂടുതൽ കൂടുതൽ കർത്താവെ അങ്ങയുടെ മുൻപാകെ നേരായിട്ട് ജീവിക്കുവാൻ അങ്ങ് ഇടയാക്കണമേ എന്ന് നമ്മൾ വിശന്ന് ദാഹിക്കുന്നുവെങ്കിൽ ദൈവം എന്താണ് പറയുന്നത്? നിനക്ക് ഞാൻ തൃപ്തി വരുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. Blessed are those who hunger and thirst after righteousness, you will be filled. അങ്ങനെ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയെയും ദൈവം പറയുന്നു, ഞാൻ നിന്നെ ദൈവത്തിൻ്റെ നീതി കൊണ്ട് നിറയ്ക്കും, നിനക്ക് തൃപ്തി വരും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അവസാനമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു. നമ്മൾ ഓരോരുത്തരും പറയും, ചിന്തിക്കും, എൻ്റെ ജീവിതത്തിൽ എനിക്കിങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, വലിയ പേര് വേണം, പ്രശസ്തി വേണം, ദൈവം എന്നെ എടുത്ത് ഉപയോഗിക്കണം. ഇതൊക്കെ നല്ലത് തന്നെ. പക്ഷേ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹൗ ഡു ഐ വാണ്ട് ടു ബി ഫൗണ്ട്? ഐ വാണ്ട് ടു ബി ഫൗണ്ട് ഇൻ ക്രൈസ്റ്റ്. ഫിലിപ്പിയർ 3:7 പറയുന്നു, ഐ വാണ്ട് ടു ബി ഫൗണ്ട് ഇൻ ഹിം, not having my own righteousness which is from the law, but that which is through faith in Christ, the righteousness which is from God by faith. ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും ആഗ്രഹിക്കുന്നു. ഇതായിരിക്കണം നമ്മളുടെ ഓരോരുത്തരുടെയും ആഗ്രഹം. നമ്മൾക്ക് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. ഇന്ന് ദൈവം ഈ വചനത്തിൽ കൂടി നമ്മളോട് ഓരോരുത്തരോടും സംസാരിച്ചിരിക്കുകയാണ്. ഈ നാടുകളിൽ നമ്മൾക്ക് ചുറ്റും പല അനീതിയും നടക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നു. ഇത് നീതിയാണോ? ഇത് അനീതിയല്ലേ? ദൈവമക്കളെ, ഈ ലോകത്തിൽ അനീതി വളരുമ്പോൾ, അത് പെരുകുമ്പോൾ, അത് നമ്മൾ ഓരോരുത്തർക്കും ഒരുക്കത്തിൻ്റെ ഒരു വിളിയാണ്. ദൈവത്തിൻ്റെ വരവ്, കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്നു. കർത്താവ് വരുന്നത് നിഷ്കളങ്കതയോടെ ജീവിക്കുന്ന ഒരു ദൈവസഭയ്ക്കായിട്ടാണ്. വെടിപ്പോടെ നീതിയോടെ ദൈവ മുൻപാകെ ജീവിക്കുന്ന ഒരു ജനത്തിനായിട്ടാണ്. അങ്ങനെയെങ്കിൽ നാം അതിനായിട്ട് ഒരുക്കമുള്ളവരായിരിക്കണം ഓരോ നിമിഷവും. When everything around you is going in a wrong way, and things are happening
beyond what we can imagine. When it is no longer able to differentiate between right and wrong, lift up your eyes and know that the coming of the Lord is near. അനീതി പെരുകുന്ന ഒരു കാലം, അതിൻ്റെ ഒക്കെ മധ്യത്തിൽ നീതിമാനായ ദൈവം തൻ്റെ നീതി തൻ്റെ മക്കളിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തു തൻ്റെ ജീവൻ തന്നെ നൽകിയത് നമ്മളെ ഓരോരുത്തരെയും ദൈവം മുൻപാകെ നീതീകരിക്കുവാനായിട്ടാണ്. ആ ഒരു സത്യം നാം ഓരോരുത്തരും മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥമായിട്ടൊരു ദൈവ പൈതലാകുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. വെറും വിശ്വാസി എന്ന് പറഞ്ഞ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോകുവാനായിട്ട് മാത്രമല്ല, ജീവിക്കുവാനായിട്ട് മാത്രമല്ല. നമ്മളുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം ദൈവത്തിന്റെ നീതിയാണ്. അത് പ്രവൃത്തിയാൽ പ്രാപിക്കാവുന്നതല്ല, വിശ്വാസത്താൽ മാത്രം പ്രാപിക്കുന്നതാണ്. ദൈവത്തിന്റെ നീതി, ആ നീതിയുടെ സ്വഭാവം നമ്മളിലേക്ക് വരുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ്. ആ ക്രൂശിലെ മരണം, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എൻ്റെ പാപത്തിന്റെ ഫലമായി മറുവിലയായി കർത്താവ് എനിക്കായിട്ട് മരിക്കുന്നു. എന്നിട്ട് തൻ്റെ നീതി എന്നിലേക്ക് പകർന്നു തരുന്നു. ഓരോ ദിവസവും ആ ക്രൂശിനെ മുറുകെ പിടിച്ച്, ആ ക്രൂശിലെ നമ്മുടെ രക്ഷകനെ മുറുകെ പിടിച്ച് നമുക്ക് ജീവിക്കാം. എന്നിട്ട് ആ രക്ഷകനോട് പ്രാർത്ഥിക്കാം, കർത്താവേ, എന്നിൽ ഒരു നന്മയുമില്ല. ദൈവം മുൻപാകെ നേരോടെ ജീവിക്കുവാൻ, നീതിമാനായിട്ട് ജീവിക്കുവാൻ അങ്ങയുടെ നീതി എന്നിലേക്ക് ഓരോ നിമിഷവും പകർന്നു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ജീവിക്കുന്ന ഓരോ വ്യക്തിയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കും. എപ്പോഴും ഓർക്കുക, നമ്മൾക്ക് തന്നിട്ടുള്ളത് ഒരായുസ്സാണ്. ഈ ആയുസ്സിൽ നമ്മളിലേക്ക് തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളും നമ്മളിൽ കൂടി ദൈവത്തിന്റെ നീതിയെ അറിയണം. നമ്മളുടെ ജീവിതം അവരുടെ മുൻപാകെ ദൈവത്തിന്റെ നീതിയുടെ നിറവിലുള്ള ജീവിതമായിരിക്കണം. അപ്പോൾ ആ കുഞ്ഞുങ്ങളും ആഗ്രഹിക്കും, ഞാൻ ഇങ്ങനെ ആകുവാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ അപ്പായെ പോലെ എൻ്റെ അമ്മായെ പോലെ ദൈവം മുൻപാകെ നേരോടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നു. Let that hunger rise in every home. Let that desire rise in every person, that we should always walk right before the Lord. And as Paul says, I want to be found in Christ, having a righteousness that is not my own, a righteousness that comes through faith in Jesus Christ, because He is Yehovah Sidkenu, the Lord my righteousness. Hallelujah. Parnate, the Lord my righteousness. Yehovah എൻ്റെ നീതി. Hallelujah. Hallelujah. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവമാണ് നമ്മളുടെ നീതി. It is Jesus who is our righteousness. ഇന്ന് നമ്മൾ ഉള്ളത് ദൈവത്തിന്റെ നീതി എങ്ങനെയാണ്? യേശു ക്രിസ്തുവിൽ കൂടിയാണ്. അതുകൊണ്ടാണ് ദൈവം പാപമില്ലാത്തവനെ നമുക്കായിട്ട് പാപമാക്കിയത്. എന്നിട്ട് തന്റെ നീതി, ക്രിസ്തുവിലുള്ള നീതി നമുക്ക് ഓരോരുത്തർക്കും പകർന്നു തന്നിരിക്കുന്നത്. ഓരോ ദിവസവും ആ നീതിയിൽ ജീവിക്കുവാൻ, ആ നീതിയിൽ നിലനിൽക്കുവാനായിട്ട് കൃപ തരണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അത് സ്വന്തം കഴിവാൽ ഒരിക്കലും നടക്കത്തില്ല ദൈവ പൈതലേ. കൂടുതൽ കൂടുതൽ ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം മുൻപാകെ വിശപ്പോടെ ദാഹത്തോടെ ചെല്ലേണ്ടത് ആവശ്യമാണ്. ദൈവമേ, ഇന്ന് എനിക്ക് അങ്ങയുടെ നീതി ആവശ്യമാണ് എൻ്റെ ജീവിതത്തിൽ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ പല ആവശ്യങ്ങളും ദൈവം മുൻപാകെ കൊണ്ടുവരുന്നു. ദൈവമേ, ഇത് വേണം, അത് വേണം. പക്ഷെ എത്ര പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ നീതി വേണം കർത്താവേ. ആ നീതിയുടെ സ്വഭാവത്തിൽ ജീവിക്കുവാൻ എനിക്ക് സാധിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്ന് ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എൻ്റെ സംസാരം, ഞാൻ കാണുന്ന കാര്യങ്ങൾ, എൻ്റെ പ്രവൃത്തികൾ കർത്താവേ, എൻ്റെ ചിന്തകൾ ദൈവമേ, എല്ലായിടത്തും കർത്താവേ എന്നെ ശോധന ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ആകുമ്പോൾ ദൈവത്തിന്റെ നീതി നമ്മളിലേക്ക് വരും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് കുറയും, മറ്റുള്ളവരെ ന്യായം വിധിക്കുന്നത് കുറയും. കാരണം നമ്മൾക്ക് മനസ്സിലാകും, ആരെങ്കിലും വിധിക്കപ്പെടണമെങ്കിൽ അത് ആദ്യമേ ഞാനാണ്. അങ്ങനെ എന്നെ എൻ്റെ ദൈവം വിധിക്കുന്നില്ല, എൻ്റെ ദൈവം എന്നോട് കൃപ കാണിക്കുന്നു, കരുണ കാണിക്കുന്നു. അപ്പോൾ നാം ദൈവം മുൻപാകെ മുട്ടുമടക്കി നമ്മെ തന്നെ സമർപ്പിക്കും, താഴ്ത്തി പറയും, കർത്താവേ, അങ്ങ് വലിയവൻ, അങ്ങ് ദയാലു, അങ്ങ് കരുണയുള്ളവൻ, അങ്ങ് സ്നേഹമുള്ളവൻ. ഞാൻ അങ്ങയുടെ കൃപയാൽ മാത്രം നിലനിൽക്കുന്ന ദൈവമേ, എനിക്ക് അങ്ങയുടെ നീതി ആവശ്യമാണ്. ആ നീതി കർത്താവേ
നീതിയുടെ ഉറവിടമായ ദൈവമേ, എനിക്കും ആ നീതി പകർന്നു തരണമേ എന്ന് നാം പ്രാർത്ഥിക്കുവാനിടയാകും. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ നമുക്ക് ദൈവം മുൻപാകെ ഉയർത്താം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ, അങ്ങയുടെ മുൻപാകെ കർത്താവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുന്നു. കർത്താവേ, ഇന്ന് അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കിയാട്ടെ. ഞങ്ങൾ കർത്താവെ പലപ്പോഴും പലതും അങ്ങിൽ നിന്ന് മറച്ചു വെക്കുവാൻ ശ്രമിച്ചു. എന്നിട്ട് ലോകം മുൻപാകെ നീതിമാനായിട്ട് ഞങ്ങൾ നടന്നു. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും ദൈവമേ അങ്ങയുടെ മുൻപാകെ താഴ്മയോടെ ഞങ്ങൾ വരുന്നു, അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ നീതി, യേശു ക്രിസ്തുവിലുള്ള ആ നീതി കൂടുതൽ കൂടുതൽ ഞങ്ങളിലേക്ക് പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വാഗ്ദത്തമാണല്ലോ കർത്താവേ, നീതിക്കായിട്ട് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ നീതിക്കായിട്ട് വിശന്ന് ദാഹിക്കുന്നു. അങ്ങയോട് പറയുന്നു കർത്താവേ, ഞങ്ങളുടെ വിശപ്പിനെ അടക്കണമേ, ഞങ്ങളുടെ ദാഹത്തെ അടക്കണമേ. ദൈവമേ, അങ്ങയുടെ നീതി ഞങ്ങൾക്ക് പകർന്നു തരണമേ, ഞങ്ങൾക്ക് തൃപ്തി വരുത്തണമേ. കർത്താവേ, we are hungering and thirsting for your righteousness in our life, to be right before you always, Lord, to do what is right in your sight, so that you will be pleased with me, Lord. Grant us your grace, O Master, as you have told us, blessed are those who hunger and thirst after righteousness, they will be filled. അതങ്ങ് തന്നിരിക്കുന്ന വാഗ്ദത്തമാണല്ലോ കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരും ദൈവമേ അങ്ങയുടെ നീതിയുടെ നിറവിൽ ജീവിക്കുവാൻ ഓരോ ദിവസവും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ആദ്യമേ മാതാപിതാക്കളായിട്ട്, എന്നിട്ട് ഞങ്ങളെ കണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളും കർത്താവേ അതുപോലെ ജീവിക്കുവാൻ, തലമുറയായിട്ട് കർത്താവേ അങ്ങയുടെ മുൻപാകെ നീതിമാന്മാരായിട്ടായി ജീവിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി, യഥാർത്ഥ അവകാശികളായി കർത്താവേ, നീതിയുടെ നിറവിൽ കർത്താവേ നീതിമാന്മാരായിട്ട് ജീവിച്ച് കർത്താവേ സ്വർഗരാജ്യം പ്രാപിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പുകഴ്ചയും അങ്ങേക്ക് നൽകുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. ഹല്ലേലൂയ.